ഈ രണ്ട് പിള്ളേര് വയറ്റിലായി കഴിഞ്ഞപ്പോ റിബേക്ക ഒരു ഭയങ്കര സങ്കടവുമായിട്ട് ദൈവസന്നിധിയിൽ ചെന്നു. ഇവന്മാർ വയറ്റി ഭയങ്കര പ്രശ്നമാണ്. യാക്കോബ് പറഞ്ഞു ഞാൻ ആദ്യം ജനിക്കും. ഏശാവ് പറഞ്ഞു ഞാൻ ഉള്ളിടത്തോളം കാലം നീ ആദ്യം ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ യാക്കോബ് എടുത്തു ചാടാൻ തുടങ്ങി. എടുത്തു ചാടാൻ തുടങ്ങി യാക്കോബിന്റെ തലക്കിട്ട് ഏശാവ് വയറ്റി കിടന്ന് ചവിട്ടി. ഹലോ, ഒന്നുകൂടെ പറയുന്നു, ഒന്നാമത് വരാൻ ശ്രമിച്ച യാക്കോബിന്റെ തലയിൽ വയറ്റി കിടന്നുകൊണ്ട് ഏശാവ് ചവിട്ടി താക്കാൻ ചവിട്ടിയപ്പോൾ യാക്കോബിന് വലിയ ബലമില്ലെങ്കിൽ ചവിട്ടിയോന്റെ കുതികാലെ കയറി പിടിച്ചു. സ്തോത്രം പറയണം. ഇന്ന് രാത്രി നീ വിടരുത്. അവൻ നിന്നെ തകർക്കാൻ വന്നാലും നീ അവന്റെ കുതികാല് പിടിച്ചാണെങ്കിലും നിന്റെ വാഗ്ദത്തം പ്രാപിച്ചോണം. ഏറ്റെടുക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. യാക്കോബ് ഈ തലയ്ക്ക് മേളിൽ ചവിട്ടി അവന്റെ കാലെ കയറി പിടിച്ചു. അപ്പൊ യുവന്മാരകത്ത് ഭയങ്കര അടിയാ. അല്ലാതെ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഉണ്ടായ അടിയൊന്നുമല്ല. അടി അവിടെ വയറ്റിൽ നിന്ന് തുടങ്ങിയതാ. അല്ലല്ലേ ഞങ്ങൾ പറഞ്ഞില്ല. അപ്പൊ വയറ്റിൽ കിടന്ന് അടി മൂത്തപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് എനിക്കിത് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു. എന്നാൽ തമ്പുരാൻ പറഞ്ഞ് വിഷമിക്കേണ്ട, രണ്ട് ജാതിയാകത്ത്, രണ്ട് വംശങ്ങളാകത്ത്. പക്ഷേ നീ വിഷമിക്കേണ്ട. ഇപ്പൊ തലേ ചവിട്ടി താക്കുന്ന അവൻ ഇളയവൻ വലിയവനാകും. ഈ ചവിട്ടുന്ന മൂത്തവൻ ഇളയവനെ സേവിക്കും. സ്വത്രം പറഞ്ഞേ, ഒരു ദൂത ഇന്ന് രാത്രി നിന്നെ ഉയരാതെ, അല്ല ഒരു പടി ഉയരാതെ നിന്നെ ചവിട്ടിയാലും വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ, എല്ലാവരും കരമടിച്ച് ആരാധിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ ആരെല്ലാം ചവിട്ടി താത്താലും ദൈവം നിന്നെ ഉയർത്തുമെന്ന് ഈ രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുകയാ. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മൗനമായിരിക്കരുത്. നിന്നെ ഉദരം മുതൽ ചവിട്ടി താത്താലും നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ചേർന്ന് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് ഈ രാത്രി ചില വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ, ചില ബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. നിന്നെ ഒതുക്കുന്ന, നിന്നെ വളരാൻ അനുവദിക്കാതെ നിന്നെ ചവിട്ടിത്താക്കുന്ന ചില മേഖലകളിൽ ഇന്ന് സ്വർഗം പറയുകയാണ്, ഞാൻ നിന്നെ മാനിക്കും. ഓ ജീവ ഹല്ലേലൂയ. അപ്പൊ വയറ്റി വെച്ച് തന്നെ ദൂത് പറഞ്ഞു, ഇവൻ എത്ര ചവിട്ടിയാലും ഈ ചവിട്ട് കൊള്ളുന്നവനെ ചവിട്ടുന്നോ സേവിക്കേണ്ടി വരും. അല്ലല്ലേ പറഞ്ഞു? ഭയങ്കര ദൂതാ. ഇതൊക്കെ കുറിച്ച് വെച്ച് ഏറ്റെടുത്തോണം. ഇപ്പൊ ചവിട്ടുന്നോൻ ചവിട്ട് കൊണ്ടവനെ സേവിക്കേണ്ടി വരും. സ്തോത്രം. ഞാനൊരു മർമ്മം പറയാം. നമ്മളിൽ തന്നെ ഒരു കാരണമില്ലാതെ, ഒരാവശ്യമില്ലാതെ കൂടെ കൂടെ കടി കൊള്ളുന്ന രണ്ട് അവയവമുണ്ട്. ഒന്ന് നമ്മുടെ ആ നാക്കും, രണ്ട് നമ്മുടെ ചെറിയുമാണ്. ഒരു കാര്യവും വേണ്ട. ചില കടി എന്ന് പറഞ്ഞാൽ ചോര വാ നിറയുന്ന കടിയാണ്. പക്ഷേ എന്നെ ഇങ്ങനെ കൂടെ കൂടെ കടിക്കുന്നത്, നിൻ്റെ കൂടെ താമസമുണ്ടെന്ന് പറഞ്ഞ് നാക്കിന്ന് വരെ സമരം ചെയ്തിട്ടില്ല. കടി കൊണ്ടവിടെ കിടക്കും. സ്തോത്രം. കുറേ കഴിയുമ്പോൾ കടിച്ച പാട് തന്നെ കരിഞ്ഞോളൂ. ചികിത്സയൊന്നുമില്ല. നാക്കിനൊരു കാര്യം അറിയാം. ഞാനുള്ളപ്പോൾ ഇപ്പം ഈ കടിക്കുന്ന ഭൂരിപക്ഷമുള്ള 32 പല്ലില്ലായിരുന്നു. അവരടുത്ത 2 വർഷം കൊണ്ട് പതുക്കെ പതുക്കെ ഉണ്ടായതാണ്. ഹലോ, സ്തോത്രം. ഇപ്പം ഭൂരിപക്ഷം അവർക്ക്, അവർ 32 ഉണ്ട്. ഇത് ഒന്നേ ഉള്ളൂ. അന്നും ഒന്നേ ഉള്ളൂ, ഇപ്പോഴും ഒന്നേ ഉള്ളൂ. സ്തോത്രം. ഈ നാക്കിനറിയാം കുറേ കഴിയുമ്പോൾ, ഇപ്പോൾ ഈ നല്ല വാരിയലയൊക്കെ ഇറച്ചി ഇങ്ങനെ കടിച്ചൂരിയെടുക്കുന്ന ഇത്രയും ശക്തിയുള്ള ബലശാലിയായ പല്ലും ഒരു പുഴു കയറിയ പേര് മാറും, പുഴുപ്പല്ലെന്നാകും. ഹലോ, എന്തുവാകും? പുഴുപ്പൽ. പുഴുപ്പല്ലായി കഴിഞ്ഞാൽ പോടാകും. പോടായാൽ പിന്നെ തന്നെ പൊഴിയും. ഈ 32 പൊഴിയും. ലാസ്റ്റ് പിന്നെ നാക്ക് തന്നെ കാണത്തുള്ളൂ. മിണ്ടുന്നില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് യാക്കോബ് അല്പം ചവിട്ട് കൊണ്ടാലും കുതികാലെ കയറി പിടിച്ചു. അവനറിയാം വാഗ്ദത്തം എൻ്റെ മേലുണ്ട്. വാഗ്ദത്തം ഉള്ളിടത്തോളം നീ സാഹചര്യങ്ങളെ കണ്ട് പകച്ചു നിൽക്കരുത്, ആരാധിക്കാതിരിക്കരുത്, മൗനം പാലിക്കരുത്, നിരാശപ്പെടരുത്. നീ ആരാധിച്ച് ജയമെടുത്തോണം. ഉയർത്തുന്നവൻ തക്ക സമയം വരുമ്പോൾ നിന്നെ ഉയർത്തി മാനിക്കും. സന്തോഷമുണ്ട്. നല്ലപോലെ ആ കൈ ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ.
ഹല്ലേലൂയ. അങ്ങനെ യാക്കോബും ഏശാവും വളർന്നു. ഏശാവ് ദേഹം മുഴുവൻ ആടിൻ്റെ രോമം പോലെ രോമമുള്ളവനാ, ചുമന്ന നിറമാണ്. അവന് വനവാസിയുമാ കാട്ടിറച്ചി ഇഷ്ടമുള്ളവനാണ്. അവൻ മനസ്സിൽ പോയി വേട്ടിറച്ചി കൊണ്ടുവരും. ഈ യാക്കോബ് വീട് വിട്ട് വെളിയിൽ പോകത്തില്ല. അവൻ ഈ അടുക്കളയ്ക്കകത്ത് അമ്മയുടെ ഉറിയലൊക്കെ പിടിച്ച് ഇങ്ങനെ കറങ്ങി നിൽക്കും. അപ്പം ഇറച്ചിക്കറി വെക്കുമ്പോൾ ഒരു കഷ്ണം ഇറച്ചിയും ഇച്ചിരി ചാറും കൂടെ ചൂടോട് ഇവൻ്റെ കൈയിട്ടെടുത്ത് പറയും, യാക്കോബ് ഉപ്പുണ്ടോ എന്ന് നോക്കടാ. അപ്പോൾ അമ്മയുടെ മുന്നേ വെച്ച ഉപ്പുണ്ടോ എന്ന് നോക്കി പഠിച്ച് നോക്കും. അത് കഴിയുമ്പോൾ മീൻകറി വെക്കും. അവനെ പുളിയുണ്ടോ എന്ന് നോക്കടാ. ഇച്ചിരി ചാറ് ഒരു കഷ്ണം മീനും വെക്കും. അങ്ങനെ ഈ അടുക്കള കൊണ്ട് ഇവൻ കഴിഞ്ഞ് നല്ല പായസം വെക്കാൻ പഠിച്ചു. നമ്മൾ മിണ്ടുന്നില്ല. ഇവിടെ BSc നേഴ്സായിട്ട് ചായ എനിക്ക് അറിയത്തില്ല, അത് വേറെ കാര്യം, കൈപൊക്കൊന്നും വേണ്ട. പക്ഷേ അവൻ അടുക്കള BSc നേഴ്സ് ഒന്നും അല്ലെങ്കിലും അവൻ നല്ല പായസം വെക്കാൻ പഠിച്ചു. എല്ലാവരും എൻ്റെ കൂടെ ആണോ? സ്തോത്രം. അതിനെപ്പോഴാണ് എസൻസ് ചേർക്കേണ്ടത്, എപ്പോഴാണ് വയനാട് ഇല ഇടേണ്ടത്, എപ്പോഴാണ് ഏലക്കാപ്പൊടി ചേർക്കേണ്ടതില്ല അവൻ നല്ലപോലെ അറിയാം. അമ്മയുടെ കൂടെ നിൽക്കുകയല്ലേ അടുക്കളയ്ക്കകത്ത്. സ്തോത്രം. അപ്പം ഇവനറിയാം കാട്ടിൽ നിന്ന് വരുമ്പം വിശന്നാണ് വരുന്നത്. ആ വരുന്ന സമയം നോക്കി ഇവൻ ആ എസൻസ് അങ്ങോട്ട് ചേർത്തു, മൂക്കി മണം ചെന്നു. ഒരു സ്തോത്രം പറയാം. മണമുള്ള പായസം കണ്ടു. നിറം ഇവനന്ന് ചുമന്ന നിറമാണ്. എനിക്ക് തോന്നുന്നത് ഈ തക്കാളിക്കാട് ജ്യൂസോ വല്ലതും ഒഴിച്ചായിരിക്കും. എന്തുവായാലും ചുമന്ന നിറമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. ഇവൻ എന്താ ഇഷ്ടമെന്നറിഞ്ഞ് അവൻ ഉണ്ടാക്കി. അതാ ശത്രുവിൻ്റെ പദ്ധതി. നിന്റെ ഇഷ്ടം പറഞ്ഞ് അവൻ കെണിയൊരുക്കും. നീ ആ കെണിക്കകത്ത് നിന്ന് വീഴുകയും ചെയ്യും. സ്തോത്രം. അത് വീഴാതിരിക്കാൻ ഇന്ന് രാത്രി ആരുടെ കെണിക്കകത്ത് നീ വീഴരുത്. സ്തോത്രം. അങ്ങനെ ഏശാവ് വീണു. ഉടനെ പറഞ്ഞു, വെച്ചാൽ പായസം തരാം, 1 or 2 ഈ കലത്തിലെ മൊത്തം അച്ചാൻ കുടിച്ചോ, എനിക്ക് ആ പണ്ട് ചവിട്ടി താത്ത ആ അവകാശമില്ലേ അതെനിക്ക് തരണം. അത്രയുള്ള വിഷയം. ഞാൻ കുതുകാലി പിടിച്ചിട്ട് നീ പിന്നെ ചാടിയല്ലോ, ആ അവകാശം എനിക്ക് തരണം. പായസം കുടിച്ചോളാൻ പറഞ്ഞു. പുള്ളി പായസം കുടിച്ചു. എനിക്ക് ഈ അവകാശം എന്തിനാ, പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ അവകാശം അലക്ഷ്യമാക്കി. ഒരല്ലിയെ പറയണം. സ്തോത്രം. അങ്ങനെ ഏശാവ് വീട്ടിൽ അവകാശം പോയി നിൽക്കുമ്പോൾ ഈ അപ്പനകത്ത് പറഞ്ഞു, ഏശാവേ നീ പോയി കാട്ടിറച്ചി കൊണ്ടുപോവാ, എനിക്ക് നിന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ആ മറ പറ്റിയെന്ന് റിബേക്ക കേട്ടിട്ട് അവൾ കാട്ടിറച്ചിയാക്കി റെഡിയാക്കി മോൻ്റെ കൊടുത്തു. അവൻ ചെന്നപ്പോൾ അപ്പൻ പറഞ്ഞു, നിൻ്റെ സ്വരം യാക്കോബിൻ്റെയാ, പക്ഷേ ദേഹം തൊട്ട് നോക്കട്ടെ ഏശാവിൻ്റെയോ, ഒന്ന് അടുത്തേ ഞാൻ മണപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് ഏറ്റവും വിലയുള്ള അത്ര അടിക്കുന്ന ആളായിരുന്നു ഈ ഏശാവ്. എല്ലാവരും എൻ്റെ കൂടെ ആണോ? നമ്മളൊക്കെ ഈ മേടിക്കുന്ന ഒന്നും നല്ല സ്പ്രേ അല്ലെന്നേ, അതൊക്കെ ഈ അറബികളൊക്കെ ലാറ്റിനകത്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ നല്ല വില കൂടി അത്ര ഉണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ മണം ഉടുപ്പേന്ന് പോകത്തില്ല. അതാ ഏശാവ് അടിച്ചോണ്ടിരുന്നത്. ഏശാവിൻ്റെ വസ്ത്രത്തിൻ്റെ വാസന മണത്തുന്ന മനസ്സിലാകുന്നുണ്ടോ? ഒരല്ലേ പറഞ്ഞേ. അതിന് കാശ് കൊടുക്കണം. 1000 ദിറംസൊക്കെ ഒരു കൊച്ചു കുപ്പിക്ക്. നമ്മുടെ ജീവിതത്തിൽ മേടിക്കാൻ നോക്കൂ. നമ്മൾ കണ്ണു തള്ളിയിട്ട് പോരത്തേ ഉള്ളൂ. ഒരല്ലേ പറയണം. വാസന മണത്ത് അപ്പന് യാക്കോബിന് അനുഗ്രഹമെല്ലാം കൊടുത്തു. അങ്ങനെ യാക്കോബ് വീട് വിട്ടിറങ്ങി. ഓടിപ്പോകുമ്പോൾ അമ്മ പറഞ്ഞു, മോനെ അപ്പച്ചൻ്റെ വടി കയ്യിലെടുത്തോളാൻ പറഞ്ഞു. അപ്പച്ചൻ്റെ വടി കയ്യിലെടുത്തു. ഇനി ആ വടിയെക്കുറിച്ചൊന്ന് പറയാൻ പോവാണ്. നമ്മളത് പറയാൻ വേണ്ടി ഇത്രയും വന്നത്. യഹൂദൻ്റെ ഒരു സിസ്റ്റം, അബ്രഹാം വീട് വിട്ടിറങ്ങിയപ്പോൾ ഒരു ബദാമിൻ്റെ കമ്പ് മുറിച്ചെടുത്തു. ഈ തലഭാഗം നല്ല കൈ പിടിക്കാവുന്ന ഉരുളുള്ള ഒരു ബദാം കമ്പ്, 8 അടി പൊക്കം, വലിയ വളവും പൊളവും ഇല്ലാത്ത, ഇന്നത്തെ കൂട്ടുള്ള വളവും പൊളവും ഇല്ലാത്ത ഒരു നേരെയുള്ള വടി അപ്പൻ മുറിച്ചെടുത്തു. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇന്നത്തെ കൂട്ടുള്ള വളവും പൊളവും ഒന്നും ഇല്ലാത്ത ഒരു നേരെയുള്ള ബദാമിൻ്റെ കമ്പ് 8 അടി പൊക്കത്തിൽ ആര് മുറിച്ചെടുത്തു? അബ്രഹാം മുറിച്ചെടുത്തു. എന്നിട്ട് മെസപ്പൊട്ടോമിലെ ഊറിൽ വെളിപ്പെട്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞല്ലോ, അന്ന് എഴുതാൻ പേനായും പേപ്പറും ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഈ വടിയുടെ മണ്ട ഈ കല്ലുകൊണ്ട് എഴുതി വെച്ചു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതി അനുഗ്രഹിക്കും, നിന്റെ സന്തതി വലിയ ജാതിയാകും, നീ ബഹുജാതികൾക്ക് പിതാവാകും, എന്തെല്ലാം പറഞ്ഞത് കുറിച്ച് വെച്ചു. അബ്രഹാമിന് ശേഷം ഇസഹാക്കിന് ആ വടി കൈമാറി. ഇസഹാക്ക് താഴെ എഴുതി, എവിടെയൊക്കെ കിണർ കുഴിച്ചതെല്ലാം ഉണ്ട്, അവിടെ എല്ലാം ഇസഹാക്ക് പിന്നെ ഈ വടി നോക്കിയാണ് കുഴിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പാമ്പാടി ഒരു കിണർ കുഴിച്ചു, പെലിസ്തീൻ അത് മൂടി, അങ്ങോട്ട് മാറി 14 മൈൽ ഒരെണ്ണം കുഴിച്ചു, അത് പെലിസ്തീൻ മൂടി. ഇതെല്ലാം വടിയെ കിടപ്പുണ്ട്. ആ വടിയെ നോക്കി ആ പെലിസ്തീൻ മൂടിയ കിണറെല്ലാം പിന്നെ ഇസഹാക്ക് കുഴിച്ച്. ഒരല്ലേലൂയ പറയണം. ഹല്ലേലൂയ. കുഴിച്ചു പോയപ്പോൾ മൂടിയടത്തു വന്ന് അവസാനം മൂടുന്നു നിന്നപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ യഹോവ ഇടമുണ്ടാക്കി. ഒരല്ലേലൂയ പറയണം. ആ കരഞ്ഞ അമ്മച്ചിക്ക് ചിരി ഉണ്ടാക്കി, പ്രാർത്ഥിച്ച മോൻ ഇടം ഉണ്ടാക്കി. ഒരല്ലേലൂയ പറയണം. ഇന്ന് രാത്രി ഇതെല്ലാം ദൂത കേട്ടോ. ഹല്ലേലൂയ. ഒരിടമുണ്ടാക്കത്തിൽ എന്ന് പറഞ്ഞിടത്ത് തലമുറയ്ക്ക് ഇടമുണ്ടാക്കി കൊടുത്തു. അങ്ങനെ യാക്കോബ് പോയപ്പോൾ ഈ അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലൂടെ കിട്ടിയ വടി കൊണ്ടാണ് പോയി.
ഈ ഗോവേണി വഴിയായി ദൂതന്മാർ ഇറങ്ങുമ്പോൾ പറഞ്ഞ സ്വർഗീയ ദൂത് ആ ഇസഹാക്ക് എഴുതിയ താഴോട്ട് എഴുതി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എഴുതിയപ്പോൾ എഴുതി, നീ പോകുന്ന വഴിയിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, കഴിക്കാൻ ആഹാരം തരും, ധരിക്കാൻ വസ്ത്രം തരും, നിന്നെ ഞാൻ ബഹുസമ്പന്നനാക്കും, നിന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ മടക്കി വരുത്തും, നിന്റെ മക്കളുടെ മക്കളെയും നീ കൈവച്ച് അനുഗ്രഹിച്ചിട്ടേ നീ മരിക്കത്തുള്ളെന്ന് ദൈവം പറഞ്ഞത് വടിയെ കുറിച്ച് വെച്ചു. എല്ലാവരും ഉണ്ടോ എൻ്റെ കൂടെ? ഹല്ലേലൂയ. ഇത് പറഞ്ഞ് അവൻ പോയി. കല്യാണം ലാബാന്റെ വീട്ടിൽ ചെന്നു. 2 ഭാര്യ, 2 ദാസി, 12 ആൺപിള്ളേർ, ഒരു പെങ്കൊച്ച്, എല്ലാമായി ബഹുസമ്പന്നനായി, 2 കൂട്ടം ആടുമാടുകളായി. എല്ലാമായിട്ട് യാക്കോബിനോട് ദൈവം പറഞ്ഞു, ലാബാന്റെ മുഖം വാടിയതുകൊണ്ട് നീ ബേഥേലിൽ ഒന്നുമില്ലാത്തടത്ത് വെളിപ്പെട്ട എന്നെ പോയി ആരാധിക്കാൻ പറഞ്ഞു. ഇവനെ വീട്ടിൽ നിന്നിറങ്ങി ഏശാവിനെ പേടിച്ച് ഓടുമ്പോൾ ചെന്ന് കിടന്നത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഹാരാനിൽ ആ സ്ഥലത്ത് ചെന്ന് അവൻ ഒരു കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങി. എന്ന് പറഞ്ഞാൽ തൻ്റെ അപ്പൻ ഇസഹാക്കിന് വേണ്ടി അല്ലിയ യാഗപീഠം പണിതിട്ട് എൻ്റെ അപ്പന് പകരം വെളിപ്പെട്ട പ്രത്യക്ഷപ്പെട്ട ആട്ടുകൂട്ടിയുടെ ചോര ഒഴുകിയ ഒരു കല്ലെടുത്ത് അറിയാതാണെങ്കിലും ഈ മകൻ തലയണയായി വെച്ചു. ഒരു സ്തോത്രം പറയണം. അപ്പൻ്റെ പ്രതിസന്ധിയിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ കരം ഇവൻ തലവെച്ച് കിടന്ന കല്ലിൽ വെളിപ്പെട്ടപ്പോൾ സ്വർഗം അവന് വേണ്ടി തുറന്ന് ദൂതന്മാരിറങ്ങി വന്ന് ഈ രാത്രി കേൾക്കണമേ, നേരം വെളുത്തപ്പോൾ ആ രക്തം വീണ കല്ലവൻ നാട്ടി നിർത്തി അമ്മ കൊടുത്ത അഭിഷേകത്തിന്റെ എണ്ണ അതിന്റെ മണ്ടക്കൊടിച്ചു. എന്നിട്ട് അവൻ പറയുകയാണ്, രക്തം വീണ കല്ലിൽ അഭിഷേകത്തിന്റെ എണ്ണ പകർന്ന് ഇത് ദൈവത്തിന്റെ ആലയമാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. യേശു ക്രിസ്തുവിന്റെ രക്തം വീണെടുത്ത് ആത്മാവിന്റെ അഭിഷേകം വ്യാപരിച്ചാൽ അത് ദൈവത്തിന്റെ ആലയമാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഇത് ഡെയ്സ് ബൈബിളിൽ നിന്നൊന്നും പറയവല്ല, വാർക്കലെ കമൻട്രി എന്നും പറയവല്ല, പ്രാർത്ഥനാമുറി എന്ന് പറയുന്ന ദൂത. ഇതല്ല ഏറ്റെടുത്താൽ നിനക്ക് വിടുതല. സ്തോത്രം പറയണം. ഒറ്റപ്പെട്ട് വീട് വിട്ട് മരണഭീതിയിൽ ഏശാ പറഞ്ഞ് നിന്നെ കൊല്ലുമെന്ന മരണഭീതിയിൽ വെല്ലുവിളി കേട്ട് ഓടുന്നവന് രാത്രിയിൽ സ്വർഗമിറങ്ങി. ദൈവം ഇറങ്ങാൻ 4 ഭിത്തിയുള്ള ഹോള് വേണ്ട, 16 ഫാൻ വേണ്ട, AC റൂം വേണ്ട. അല്ല, ദൈവം ഇറങ്ങാൻ വാക്തത്വമുള്ളവൻ എവിടെ കിടന്നാലും അവൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. അവിടെ ദൈവം ഇറങ്ങി. ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുക കേട്ടോ. പ്രാർത്ഥിച്ചിരുന്നോണം. അങ്ങനെ ബഹുസമ്പന്നനായി മാറിയ ഈ യാക്കോബ് തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് ബേഥേലിൽ ആരാധിക്കാൻ പോവാ. ഇവിടെ ഒന്ന് പറഞ്ഞേ, ദൈവം വെളിപ്പെട്ട ബേഥേൽ. വരുന്ന വഴിക്ക് പുള്ളി ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന ഉടനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പാമ്പാടിയിൽ നിന്ന് പുറപ്പെടുകയാണ്. കാന സെൻറ്ററിൽ നിന്നാണ് പോയെ. അങ്ങനെ പോയി കോട്ടയം കടന്ന് അദ്ദേഹം നടന്ന് എറണാകുളത്ത് ചെന്നു. എറണാകുളത്ത് ചെന്നപ്പോൾ ലൂലു മാള്, ഇൻഫോ പാർക്ക്, നെടുമ്പാശ്ശേരി എയർപോർട്ട്, ഹലോ, കിംസ് ഹോസ്പിറ്റല്, ഇതെല്ലാം കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരാഴ്ച ഇവിടെ താമസിച്ചിട്ട് വാ. അപ്പോൾ പുള്ളി വില തിരക്കിയപ്പം വലിയ വിലയില്ല, കയ്യിലുള്ള പൈസയ്ക്ക് മേടിക്കാവുന്ന വസ്തുവും വരെ അവിടെ ഉണ്ട്. പുള്ളി അവിടെ വസ്തുവും വരെ മേടിച്ച് കുറച്ചാൾ അവിടെ താമസിച്ചു. പറഞ്ഞത് ബേഥേലിൽ ആരാധിക്കാൻ പോകാമെന്നാ, പക്ഷേ ശേഖേം വന്ന് പുള്ളി താമസിച്ചു. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? എറണാകുളം എന്ന് പറഞ്ഞ ബൈബിളിലില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞതാ. പുള്ളി വന്ന വരവ് ശേഖേമി വന്ന് എന്ത് ചെയ്തു? താമസിച്ചു. താമസിച്ച രാത്രി വൈകിട്ട് കൊച്ചു പറഞ്ഞു, പപ്പ ഞാൻ ലൂലു സെൻ്ററിൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. പിന്നെ പപ്പ പറഞ്ഞു, പോ മോളെ, എന്നാൽ പിന്നെ ആങ്ങളമാർ 12 തടിമാടന്മാരായിട്ട് നിൽക്കുകയല്ലേ, ഒരുത്തനെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞില്ല. കൊച്ചു തന്നെ അങ്ങ് പോയി. ഹലോ, മിണ്ടുന്നില്ല, കൈപൊക്കമൊന്നും വേണ്ട. കൊച്ചു തന്നെ അങ്ങ് പോയി. ആ പോക്ക് കൊച്ചു തിരിച്ചു വന്നില്ല. തിരക്കിപ്പോയി 2 ആങ്ങളമാർ, ശിമയോനും ലേവി. അമ്മാർ പോയി വെച്ച് കൊണ്ടുപോയമാരെല്ലാം കൂടെ രാത്രി കൊന്നു. നേരം വെളുത്തപ്പോൾ അപ്പൻ്റെ മുഖത്ത് കട്ടനിട്ടുള്ള ഫോട്ടോ വന്നു പത്രത്തിനകത്ത്. ഇത് മെഷർപ്പ് ഉടയ്ക്കാൻ കൊടുത്ത സാധനമാണ്. പക്ഷേ ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ പുള്ളി ഇങ്ങനെ നിൽക്കുക. ഹലോ, മൊത്തം അന്തരീക്ഷവും പോയി. മഴ പെയ്ത് പറന്ന പോലായി. എൻ്റെ കുഞ്ഞേ, നിനക്ക് ഭയങ്കര ഗമയല്ലേ? 12 ആമ്പിള്ളാർ, ഒരു പെങ്കൊച്ച്, 2 കൂട്ടം ആടുമാടുകൾ,
ഒരു വടിയും കൊണ്ട് പോയതാ. എന്നെ ഇത്രയൊക്കെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞവൻ്റെ തല കുനിയാൻ ഒറ്റ രാത്രി മതി. സ്തോത്രം പറയണം. ആരാധിക്കാൻ ഇറങ്ങിയോൻ ആരാധിച്ചോണം. നീ ഇടയ്ക്ക് ശേഖയും കണ്ട ഉടനെ അവിടെ 10 സ്ഥലം ഒരു ഫ്ലാറ്റും മേടിച്ച് നിന്നാൽ തമ്പുരാൻ കൈകാര്യം ചെയ്യും. മനസ്സിലാകുന്ന ഒരു മൗനമായിരിക്കരുത്. ആ രാത്രി യാക്കോബിന്റെ തല കുനിഞ്ഞു. എൻ്റെ ദൈവദാസ, തല കുനിയാനൊക്കെ അല്പസമയം മതി കേട്ടോ. സ്തോത്രം. മറ്റേ പുള്ളിക്ക് ഭയങ്കര ഗമയായിരുന്നു. മൂത്തവൻ ബിടെക്, മറ്റവൻ എംടെക്, കൊച്ചു BSc കഴിഞ്ഞ് MSc എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ ചെറുക്കൻ OET, മറ്റേ IELTS. എന്തോ ഒരു ജാടയാ. ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ചെറുക്കൻ കൊലക്കേസിൽ പ്രതി, മറ്റേ ചെറുക്കൻ കൊലക്കേസിൽ പ്രതി, കൊച്ചു വ്യഭിചാരിയായിട്ട് പോയി. അപ്പം തലയും കുരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. കൈ ഉയർത്തി ഹല്ലേലൂയ പറയണം. നിങ്ങളിപ്പോൾ പറയാം ആ പുള്ളി വന്നപ്പം വലിയ കുഴപ്പമില്ലാതെ ഒരുമാതിരി പരുവത്തിൽ പോയത്. ഇപ്പം നമ്മൾ ഒടുവിൽ കൊണ്ട് പഠിക്കെ കൊണ്ട് കുടവിട്ട് ഹലോ ഒന്നും ഉടക്കത്തില്ല. ഇന്ന് രാത്രി കെട്ടഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഇപ്പം ഈ മഴയും ധൃതി വീട്ടിൽ പോയിട്ട് എന്നെ സാധിക്കാനാ? നമുക്കൊരു 10 മിനിറ്റ് വചനം കേട്ടു സന്തോഷമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ബോറടിക്കാത്തവരെല്ലാം നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അപ്പോൾ പിള്ളേർ പറഞ്ഞു ആടിനെ തീറ്റിട്ട് വരാം. എന്നാൽ പോയി തീറ്റിട്ട് വരാൻ പറഞ്ഞു. കൊച്ചു ലൂലു സെൻ്ററിൽ പോയി 10 ആൺപിള്ളേർ ആടിനെ തീറ്റാനും പോയി. സ്തോത്രം. ഈ ആടിനെ തീറ്റാൻ പോയ ആ സമയത്ത് ഇവന്മാരുടെ ഈ മൊബൈലും ഇല്ല, വാട്സപ്പും ഇല്ല, മെസ്സേജും ഇല്ല, എവിടെയാണെന്നൊരു പിടിയില്ല. അപ്പോൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ചെറുക്കനുണ്ട്. അമ്മയില്ലാത്തതുകൊണ്ട് ഇള ചെറുക്കനെയും പോറ്റി അവൻ അവിടെ വീട്ടിൽ കഴിയുക. അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല ദർശനങ്ങൾ കാണും. അല്ലെങ്കിൽ അവൻ ഈ ചൈനയുടെ ഈ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ മിണ്ടുന്നില്ല. കൊച്ചു കരയാതിരിക്കാൻ വേണ്ടി ബെന്യാമീനെ കാർട്ടൂണും കാണിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. യോസഫ് ബെന്യാമിനെയും പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ പറയണം. നീ ഇപ്പോൾ രക്ഷപ്പെടുന്ന കാർട്ടൂൺ ഉള്ളത് കൊണ്ടാണല്ലോ. എന്നിട്ട് ഹോളിനകത്ത് വന്ന് നീ ഒരു കാർട്ടൂൺ പോട്ടിരിക്കുകയാണല്ലോ. എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. ഇനി ഒരു ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. യാക്കോബ് പറഞ്ഞു, മോനെ അവന്മാർ പോയിട്ട് കുറേ ദിവസമാണ്, ഒരു വിവരവും ഇല്ല, നീ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ആ പോക്കിൽ അവന്മാർ വസ്ത്രവും അടിച്ചു മാറ്റി, പൊട്ടക്കൻ്റെ ഇട്ട് വലിച്ചു കയറ്റി 20 കാലിന് വിറ്റ് ആ പോക്ക് പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ പോയി കൈലി ഉണ്ടായിരുന്ന വലിച്ചു പറിച്ച് കാരാഗ്രഹത്തിൽ ഒരു 13 വർഷം കിടന്നു. സ്തോത്രം. 13 വർഷം കഴിഞ്ഞ് ഇസ്രായേലിലെ മന്ത്രിയായി, പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്ററായി കഴിഞ്ഞ ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. ക്ഷാമകാലം കഴിഞ്ഞപ്പോൾ വലിയ ഞെരുക്കം യാക്കോബിൻ്റെ വീട്ടിൽ, ഭൂതലത്തിലെല്ലാം ക്ഷാമമായി. ഉടനെ പിള്ളേർ പറഞ്ഞു, അപ്പച്ചാ മിസ്രൈമിൽ ധാന്യമുണ്ട്, ഞങ്ങൾ പോയി മേടിക്കട്ടെ. അവർ മേടിക്കാൻ പോയിട്ട് അവർ തിരിച്ചു വരുന്ന വഴിക്ക് ശീമോനെ അവിടെ ബന്ധിക്കപ്പെട്ടു. അവനെ കരുതൽ തടങ്കലിലാക്കി. 10 പേരാ പോയത്, 9 പേരെ തിരിച്ചു വന്നുള്ളൂ. 9 പേരും കൂടെ പാതി വഴി വെച്ച് കെട്ടടിച്ചു. നമ്മുടെ ശരി സ്വഭാവമാണ്. പാതി വഴി സഭായോഗം കഴിഞ്ഞ് പോകുന്ന പോക്കിൽ നാരങ്ങ വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ കടയിൽ കേട്ട് പറയും, അയാൾ ഇന്ന് ആ പ്രസംഗിച്ച മുഴുവൻ എനിക്കിട്ട് വെച്ചതാ എന്ന് പറഞ്ഞ് പൊതി അഴിക്കും. ഹലോ ഉണ്ടെന്നില്ല. ഇവന്മാരും വഴി വെച്ച് എന്തോ അഴിച്ചു? പൊതി അഴിച്ചപ്പോൾ പൊതിക്കകത്ത് കാശിരിക്കുന്നു. ഇവന്മാർ ഞെട്ടിപ്പോയി. പോലീസ് പുറകെ വരുമെന്നുള്ള പേടിയിൽ വീട്ടിൽ പോയി. ഇപ്പം വീട്ടിലിരിക്കുന്ന 9 കരി ഫോറിനരിയാണ്. പക്ഷേ ഫോറിനരിയാണെങ്കിലും കഴിക്കുമ്പോൾ വൈകിട്ടൊരു കൊളുത്തിപ്പിടുത്തം. കാരണം പോലീസ് വരുന്നുള്ള പേടിയാണ്. മനസ്സിലാകുന്നുണ്ട്? തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് സ്വന്തം സഹോദരനെ പൊട്ടക്കല്ലിൽ ഇട്ടും വെച്ച് ഫോറിനരി വീട്ടിൽ കയറിയാലും സമാധാനത്തിൽ കഴിക്കാനൊക്കത്തില്ല. മനസ്സിലാകുന്നുണ്ട്? അല്ലെങ്കിൽ പറയണം കേട്ടോ, നിന്റെ ഈ തട്ടിപ്പും കൊണ്ടല്ലേ ഫോറിനരി കയറിയേക്കുന്നത്, വിവരം നീ അറിയും, ശ്രദ്ധിച്ചേ. അത് കഴിഞ്ഞ് പറഞ്ഞു, അപ്പച്ച ശിമിയോനെ അവിടെ കരുതൽ തടങ്കലിലാണ്, ഞങ്ങൾ തട്ടിപ്പുകാരാന്നൊക്കെയാണ് ആ പ്രധാനമന്ത്രി ധരിച്ചേക്കുന്നത്. ഇനിയും അരി വേണമെങ്കിൽ ബെന്യാമിനെ കൊണ്ടുപോകണം. യാക്കോബ് പറഞ്ഞു, തരുന്ന പ്രശ്നമില്ല. ഇപ്പം യാക്കോബ് എന്നും രാവിലെ കരച്ചില്ല, നമ്മൾ കരയുന്നതിൻ്റെ കൂട്ട്. ഹല്ലേലൂയ. എൻ്റെ മകൻ യോസഫ് പോയി, ബെന്യാമീനും പോയി, ഞാൻ മരിക്കും, ഞാൻ മരിച്ചിട്ട് പാതാളത്തിൽ ചെല്ലും, പാതാളത്തിൽ ചെന്നിട്ട് എൻ്റെ മകൻ യോസഫിനെ ഞാൻ പാതാളത്തിൽ ചെന്ന് കാണും എന്നെല്ലാം പറഞ്ഞ് ഈ മനുഷ്യൻ എന്നും രാവിലെ പാതാളത്തിൽ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെ പറഞ്ഞ് അവസാനം വിശപ്പ് കൂടിയപ്പോൾ പറഞ്ഞു, ബെന്യാമിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഏതപ്പൻ്റെയും തീരുമാനം വിശപ്പ് കൂടുമ്പോൾ മാറും. സ്തോത്രം. കഠിനമായ തീരുമാനം ബെന്യാമിനെ വിടത്തില്ലെന്ന്. പക്ഷേ അടിവയറ്റ് തീ കത്തിയപ്പോൾ അപ്പം പറഞ്ഞു, ബെന്യാമിനെ കൊണ്ടുപോയി, അരി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അരി മേടിക്കാൻ പോയി. അവിടെ ചെന്ന് ബെന്യാമിനെ കണ്ടപ്പോൾ യോസഫ് പരിസരം മറന്ന് ഒരൊറ്റ കരച്ചിലും കരഞ്ഞു. അത് ഫറവോന്റെ കൊട്ടാരം വരെ കേട്ടു. ഇപ്പം കരഞ്ഞത് സങ്കടം കൊണ്ടല്ല. ഹല്ലേലൂയ. 17 വയസ്സുള്ളപ്പോൾ ആ പ്രാർത്ഥനാ മുറി ഇരിക്കുമ്പോൾ 11 കറ്റകളും കൂടെ ഇവന്റെ കറ്റയെ നമസ്കരിക്കുന്ന വെളിപ്പാട് കൺമുമ്പിൽ നിവർത്തിക്കപ്പെട്ടത് കണ്ടപ്പോൾ വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അവൻ അലറിക്കരഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്.
ജോസഫ് തന്നെ വെളിപ്പെടുത്തി. ജോസഫ് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട, ഞാൻ ജോസഫാണ്. ഹോ, ഇവർക്ക് സന്തോഷമായി. വീണ്ടും ധാന്യം കൊടുത്തു വിട്ടു. ധാന്യം കൊണ്ടുപോകുന്ന വഴിക്ക് പാതി വഴിയിൽ ഇവന്മാർ പിന്നെയും ചാക്കടിച്ചു. അത് ഇവരുടെ ഒരു സ്വഭാവമാണ്. പാതി വഴിയിൽ എന്ത് ചെയ്തു? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ചാക്കടിച്ചു. അടിച്ചപ്പോൾ ദേണ്ട് പ്രധാനമന്ത്രിയുടെ പാനപാത്രം കൂടെ ഇതിനകത്തിരിക്കുക. പണ്ട് പുലി വരുന്നേ പറഞ്ഞതേ ഉള്ളൂ. ഇത് പോലീസ് വരുന്ന ഓർത്തേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ പോലീസ് വന്നു. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? അരിമേടിക്കാൻ പോയവനെ അറസ്റ്റ് ചെയ്ത് ബെന്യാമീനെ കൂടെ കൊണ്ടുപോയി. ഇപ്പം ശിമയോനകത്ത്, ബെന്യാമീനകത്ത്, ജോസഫില്ല. സ്തോത്രം. 12 മക്കളുമായി ഗമേ വന്ന പെങ്കൊച്ചു പോയി. ഇപ്പം എത്ര പിള്ളേരായി? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. പിള്ളേർ വന്ന് പറഞ്ഞ, അപ്പച്ച നമ്മുടെ ജോസഫ് ജീവിച്ചിരിക്കുന്നു. അവർ ചോദിച്ചു, എവിടെ? മിസ്രൈമിൽ. അവൻ അവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്. ഓ, യാക്കോബ് പറഞ്ഞ, സത്യമാണോ? അതെ, ഞങ്ങൾ അവനെ കണ്ടു. അവനെ അരുതെന്ന് വിട്ടേക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. അപ്പം യാക്കോബ് പറച്ചിൽ മാറ്റി, ഞാൻ പോകും, ഞാൻ മിസ്രൈമിൽ പോകും. മിസ്രൈമിൽ ചെന്ന് യോസഫിനെ കാണും. ഇന്നലെ വരെ ഈ വല്യപ്പൻ പറഞ്ഞത് ഞാൻ പാതാളത്തിൽ പോകുന്ന. എല്ലാവരും എൻ്റെ കൂടെ ആണേ? സ്തോത്രം. ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ പറഞ്ഞ് ഞാൻ പാതാളത്തിൽ പോയി ജീവിക്കേണ്ട കാര്യമില്ല, ചത്താ മതിയായിരുന്നു, ആരെയും വിഷമിപ്പിക്കാൻ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നെല്ലാം പറഞ്ഞ പുള്ളി ഇപ്പം പറയുകയാണ്, ഞാൻ ചാകത്തില്ല, ഞാൻ മിസ്രൈമിൽ പോകും, മിസ്രൈമിൽ ചെന്ന് എൻ്റെ മോനെ കാണും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യോസഫിൻ്റെ രഥം വന്നു, അപ്പന് ചൈതന്യം വന്നു. അപ്പനെ കയറ്റിക്കൊണ്ട് മിസ്രൈമിലേക്ക് 70 പേരുമായിട്ട് ആ രഥം യാത്ര ചെയ്തു. അവിടെ ചെന്ന് ഫറവോൻ ഇറങ്ങി വന്നു യാക്കോബിനെ കാണാൻ. സ്തോത്രം പറയണം. ഹല്ലേലൂയ. യാബോക്കി മല്ല് പിടിച്ച് ജയിച്ച യാക്കോബിനെ തമ്പുരാൻ പ്രശ്നം മാറ്റിയില്ല. ഏശാവാ പ്രശ്നം മാറ്റിയില്ല, പേര് മാറ്റി. ഏശാവ് വരുന്ന യാക്കോബിനെ കൈകാര്യം ചെയ്യാനാ. യാക്കോബിന് വരുന്നതിന് മുമ്പേ തമ്പുരാൻ യാക്കോബിനെ ഇസ്രായേലാക്കി. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം മാറ്റിയില്ലെങ്കിലും പേര് മാറ്റിയാണെങ്കിലും നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഇവിടെയുണ്ട്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കണമേ. ഹല്ലേലൂയ. ആ യാക്കോബ് വാസ്തവത്തിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി പ്രൈം മിനിസ്റ്ററെ കാണണ്ടേ, ഈ ഫറവോനെ കാണണ്ടേ? കാരണം ഈജിപ്ത്യൻ സാമ്രാജ്യത്തിൻ്റെ ഉടമനാ. പക്ഷേ സാമ്രാജ്യത്തിൻ്റെ അധിപൻ യാക്കോബിനെ കാണാൻ ഇറങ്ങി വന്നത്. കുഞ്ഞെ, മല്ല് പിടിച്ച് ജയിച്ചവൻ അങ്ങോട്ട് പോകണ്ട, എല്ലാം ഇങ്ങോട്ട് വരും. സ്തോത്രം പറയണം. ഹല്ലേലൂയ. നീ അപ്പോയിൻമെൻ്റ് എടുത്തൊന്നും പുറകെ പോകണ്ട, നിന്നെ കാണാൻ ഫറവോൻ ഇറങ്ങി വരും. ഫറവോൻ കണ്ടപ്പോൾ ഈ നല്ല താടി, നല്ല മുടി, ഈ കുഴിഞ്ഞ കണ്ണുകളാണെങ്കിലും മുഖത്ത് ഭയങ്കര തേജസ്. കാരണം ആ വീട് വിട്ട് ഓടിപ്പോയപ്പോൾ കാരാനി വെച്ച് കണ്ടപ്പം വെളിപ്പെട്ട തേജസ്, ഇപ്പം യാവോക്കി വെച്ച് കണ്ട തേജസ് എല്ലാം കൂടി ഈ വന്യ വയോധികൻ്റെ മുഖത്തുണ്ട്. വയസ്സ് 130 ഉണ്ടെങ്കിലും മുഖം നല്ല ഗ്ലാമർ. ഹല്ലേലൂയ പറഞ്ഞേ. ആ തേജസ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ഉടനെ ഈ ഫറവോൻ ചോദിച്ചു, ഇതൊക്കെ പറഞ്ഞാൽ യാക്കോബ് എത്ര വയസ്സായി? ഉടനെ ന്യായമായിട്ട് 12, 5, 59 64 വല്ലതും പറഞ്ഞാൽ മതി. പക്ഷെ ഈ പുള്ളിക്കാരൻ പറയണം, എൻ്റെ മരുഭൂ പ്രയാണത്തിൻ്റെ കാലം ഇപ്പോൾ ആകെ 130 സംവത്സരമായി. അത് ഭയങ്കര കഷ്ടവും പ്രയാസവുമായിരുന്നു. പക്ഷേ എൻ്റെ പിതാക്കന്മാരുള്ളവായിട്ടിരുന്നു. നോക്കിയേ, കഴിഞ്ഞ 10-20 വർഷം പുള്ളി ചാകും എന്ന് പറഞ്ഞു. ഇപ്പം പറയുകയാണ്, ഞാൻ ഉടനെയെങ്കിലും ചാകത്തില്ല, എൻ്റെ പിതാക്കന്മാരുള്ളവായിട്ടില്ല. ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോൾ നിൻ്റെ അകത്തെ മനുഷ്യൻ പ്രത്യാശ കൊണ്ട് നിറയണം. നിരാശ മുഴുവൻ നീ ആട്ടി പുറത്താക്കണം. ഹല്ലേലൂയ. യാക്കോബ് പറയാ, ഞാൻ ഇപ്പോഴെങ്കിലും മരിക്കത്തില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പിതാക്കന്മാർ അത്ര ആയുസ് എനിക്കായിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ബെന്തിക്കോസുകാരൻ്റെ വായിന്ന് ചാകുന്നുള്ള വാക്ക് വരല്. നീ പറ, എന്റെ സ്വർഗം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചിട്ടല്ലാതെ. പിന്നെ ഈ മനുഷ്യൻ ഒരു 17 വർഷം കൂടെ ജീവിച്ചു. ഇപ്പൊ യാക്കോബിന് 147 വയസ്സ്. 147 വയസ്സായ ഉടനെ അവിടുത്തെ കിംസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെല്ലാം കൂടെ പറഞ്ഞ, അപ്പച്ചാ ചാകാൻ പോവാണ് എന്നല്ല, പിള്ളേരെ എല്ലാം അറിയിച്ചോ എന്നുമല്ല, പ്രാർത്ഥിക്കുന്നവൻ്റെ മരണകാലം അവനറിയാം. സ്തോത്രം പറഞ്ഞില്ല. ബാത്റൂമിൽ കയറിയപ്പോൾ തെറ്റി വീണ് ക്ലോസറ്റ് തലയടിച്ച് ഒരു സൈഡ് പാരലൈസായി, അങ്ങനെയൊന്നും ചാകുമല്ല. ദേഹത്തൂടെ 36 പ്ലാസ്റ്റിക്കും കുത്തി കയറ്റിയിട്ട് 2 വാനിറ്റി ബാഗും തൂക്കിയിട്ട് 2 കൈ കട്ടിലിൻ്റെ അങ്ങേ സൈഡ് വലിച്ചു കെട്ടി, കാല് കാക്കലും വലിച്ചു കെട്ടി, പിള്ളേരെ ചീത്ത വിളിക്കാതിരിക്കാൻ വായി തുണിയും കയറ്റി, അങ്ങനെയൊന്നും അല്ല ചാകുന്നത്. മിണ്ടുന്നില്ല. നല്ല മരണം കിട്ടാനും വിശ്വാസി പ്രാർത്ഥിക്കണം. എല്ലാ ദൈവദാസന്മാരും കൊണ്ട് പറയുക.
ഡീസൻ്റായിട്ട് നീണ്ടു വെറുതെ കിടന്ന് പിള്ളേരെയും മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വിളിച്ച് അനുഗ്രഹിച്ചിട്ട്, എടാ മക്കളെ ഞാൻ മരിക്കാൻ പോവാ, പ്രത്യാശയുടെ പാട്ട് പാടാം, ദൂത സംഘമാകവേ ഹല്ലേലൂയ എന്നെ എതിരേൽക്കാൻ എന്നുള്ള പാട്ട് പാടണമെന്ന് പാടിക്കൊണ്ടെങ്കിൽ മരിക്കണം. നിങ്ങളുടെ അന്തരീക്ഷം പോയി. നീ മരിക്കാൻ ഒരുങ്ങിയില്ല, പെട്ടി അവിടെ അവന്മാർ റെഡിയാക്കി വെച്ചേക്കുക. കഴിഞ്ഞ 32ാമത്തെ കൺവെൻഷൻ വന്നപ്പോഴേ പുറകിൽ നിന്റെ അളവെടുത്തിട്ട് അവൻ പോയെ. എൻ്റെ ആരും ഇവരറിഞ്ഞില്ല. ഇവർ സ്വോത്രയാഴ്ചയ്ക്ക് എഴുന്നേറ്റ് ചെന്നപ്പോഴേ അവൻ കറക്റ്റ് നീളം 5 അടി 3 ഇഞ്ച് 48 ഇഞ്ച് നെഞ്ചു വിരിവ് ആ പെട്ടി ഉണ്ടാക്കി അവൻ വെച്ചേക്കാം. നീ ചെന്നാൽ മതി, അളവെടുത്ത് വെച്ചേക്കുവാ. ഹലോ, പേടിയില്ലല്ലോ അല്ലേ? പിന്നെ ഇരിപ്പ് കണ്ടാ അറിയാമല്ലോ. സ്തോത്രം. 147 വയസ്സായ അപ്പച്ചൻ പറഞ്ഞു, രൂബേൻ, ശിമയോൻ, ലേവി, ഗാദ്, നഫ്താലി, ഹലോ, എല്ലാവരും വന്ന് ലൈൻ നിൽക്കാൻ പറഞ്ഞു. ഉടനെ പ്രൈം മിനിസ്റ്റർ വന്ന് എനിക്ക് തിരക്കാ, നവകേരളം നടന്നുകൊണ്ടിരിക്കുക, ഞാൻ അധ്യക്ഷൻ, അതുകൊണ്ട് എനിക്ക് ഇന്ന് മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് പുള്ളി പോയില്ല. പുള്ളി 11ാമത് നിന്നോണം. പ്രൈം മിനിസ്റ്ററൊക്കെ വീട്ടിൽ അങ്ങ് ഓഫീസിൽ. ഇവിടെ അപ്പനാ പ്രൈം മിനിസ്റ്റർ, മിണ്ടുന്നില്ല. ഞാൻ IAS IPS ആണെന്ന് പറഞ്ഞൊന്ന് സ്റ്റാറും കൊണ്ട് നിൽക്കാനാകത്തില്ല. അവൻ 11ാമത് നിന്നോണം. രൂപ വേണം പിന്നെ നിൽക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിലെ പ്രൈം മിനിസ്റ്റർ ആരാ? പറ അമ്മമാര്. വീട്ടിലെ പ്രൈം മിനിസ്റ്റർ അപ്പനാ. ചെറുക്കനാ സ്ഥാനവും ജോലിയൊക്കെ, പക്ഷേ വീട്ടിലെ പ്രൈം മിനിസ്റ്റർ അപ്പനാ. ക്യൂ നിന്നോണം. 11ാമത് വിളിക്കുമ്പോഴേ യോസഫ് മുന്നോട്ട് കയറാവൂ. അതുവരെ വേറെ ആമ്പിള്ളേർ നിൽക്കുക. അങ്ങനെ രൂപേനെ അനുഗ്രഹിച്ച്, ശിമിയോനെ അനുഗ്രഹിച്ച്, ലേവിയെ അനുഗ്രഹിച്ച്, ഗാദിനെ അനുഗ്രഹിച്ച്, നഫ്താലിയെ അനുഗ്രഹിച്ച്, ഇങ്ങനെ അനുഗ്രഹിച്ച് ജോസഫിൻ്റെ അടുക്ക വന്നപ്പോൾ അപ്പച്ചൻ ചോദിച്ചാൽ, നിന്റെ കൂടെ നിൽക്കുന്ന ഈ 2 ആമ്പിള്ളേരേതാ? സ്തോത്രം. അപ്പം അവന്മാരും വന്നിട്ട് പാവലിച്ച് കീറുകയൊന്നുമല്ല. സ്തോത്രം. വേദോത്സവത്തിൻ്റെ പേപ്പർ കീറി പായുടെ കീഴെ കയറ്റി വെക്കുകയൊന്നുമല്ല. അവന്മാരിങ്ങനെ ചപ്പനെടുക്കൽ ഈ അനുഗ്രഹമല്ല കേട്ടോ നിൽക്കുക. നിപ്പ് കണ്ടാൽ അറിയാമല്ലോ ആരുടെ പിള്ളേരാണെന്ന്. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ പാസ് ചൂരലും കൊണ്ട് നിൽക്കും ഇവൻ പാവലിച്ച് കീറാതിരിക്കാനായിട്ട്. ഹല്ലേലൂയ. പക്ഷേ ഈ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന 2 പിള്ളേരെ കണ്ടപ്പോൾ ചോദിച്ചു, എടാ ഇവന്മാരാരാ? പറഞ്ഞു, എൻ്റെ കഷ്ടതയിൽ എൻ്റെ ദൈവം എനിക്ക് മിസ്രൈമിൽ വെച്ച് തന്ന 2 കുഞ്ഞുങ്ങളാണ്. ഇത് എബ്രീം, ഇത് മനശ. അപ്പൻ ഇഷ്ടമായി, ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. വിട്ട് അവൻ്റെ അടുക്കനെ പിടിച്ച് 2 കാലിനിടയ്ക്ക് ഇവിടെ ചേർത്ത് നിർത്തി. എല്ലാവരും ഇവിടെയാണോ? യാബോക്ക് മുട്ടുമടക്കി തഴമ്പുള്ള കാലിൻ്റെ ഇടയ്ക്കോട്ട് അടുത്ത തലമുറയെ ചേർത്ത് നിർത്തിയിട്ട്, ഹല്ലേലൂയ, ഈ യാക്കോബ് വിറയ്ക്കുന്ന 147കാരൻ്റെ കൈ പിണച്ചെടുത്ത് പിള്ളേരുടെ തലയിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, മോനെ, തോട്ടമൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല, ഇന്നോവ കാറും തരാനില്ല, പക്ഷെ ക്രൂശ് ഞാൻ കൈമാറുക. മനസ്സിലാകുന്നുണ്ടോ? തലമുറയ്ക്ക് ക്രൂശ് ഇന്ന് രാത്രി നീ നല്ലപോലെ ദൈവത്തെ ആരാധിക്കണം. ഒന്നും കൊടുക്കാനില്ലെങ്കിലും നിന്റെ തലമുറയ്ക്ക് ക്രൂശ് ഈ രാത്രി കൈമാറാൻ കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന മുഴുവൻ മാതാപിതാക്കൾ ഈ രാത്രി ദൈവത്തെ കരമടിച്ച് ആരാധിക്കണം. ഓ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ പിള്ളേരെ എല്ലാം അനുഗ്രഹിച്ചിട്ട് താൻ ആ കൈയിരിക്കുന്ന വടി ഇങ്ങനെ പൊക്കിയൊന്ന് നോക്കി, ഇനി എന്തെങ്കിലും നിവർത്തിക്കാനുണ്ടോ നോക്കിയപ്പോൾ ഏറ്റവും അടിയിലെഴുതി പുഷ്ടപ്പെട്ടേക്കുന്നത്, നിന്റെ മക്കളെയും നീ കൈവച്ച് അനുഗ്രഹിച്ചിട്ടേ പിതാക്കന്മാരോട് ചേർത്തുള്ളൂ. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും നിന്റെയും ദൈവമാ എന്നെഴുതി ആമീൻ പറഞ്ഞ വാക്ക് കണ്ടു. അതിലോട്ടൊരു ചുംബനം കൊടുത്തു. സ്വതന്ത്രം പറഞ്ഞേ, വടിയുടെ അറ്റത്തോട്ട് ചുംബിച്ചു. മനസ്സിലാകുന്നുണ്ടോ? തന്നോട് പറഞ്ഞ മുഴുവൻ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെട്ടവൻ വടിയുടെ അറ്റത്ത് ചാരി ഇന്ന് രാത്രി ഏറ്റെടുക്കുന്ന മുഴുവൻ പേരും ദൈവത്തെ ആരാധിക്കണം. നിന്റെ കുടുംബത്തോട് പറഞ്ഞ, നിന്റെ തലമുറയോട് പറഞ്ഞ, നിന്റെ മിനിസ്ട്രിയോട് പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും ഇന്ന് രാത്രി നിവർത്തിച്ചു തരുന്ന ഒരു വലിയ ദൈവം നിനക്കുണ്ട്. ഏറ്റെടുക്കുന്നവർ ചേർന്ന് ശക്തിയോടെ ആ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് അവൻ വടിയുടെ അറ്റച്ചാരി. പുതിയ നിയമത്തിന്റെ വെളിപ്പാട് കിട്ടിയ പൗലോസ് വിശുദ്ധന്മാരുടെ പട്ടിക എഴുതിയപ്പോൾ താൻ എഴുതുകയാണ്, വിശ്വാസത്താൽ യാക്കോബ് തന്റെ മരണകാലത്തിങ്കൽ തൻ്റെ മക്കളെ മുഴുവൻ അനുഗ്രഹിച്ച അനന്തരം യോസഫിൻ്റെയും 2 മക്കളെ അനുഗ്രഹിച്ച ശേഷം വടിയുടെ അറ്റത്ത് ചാരി. ഹലോ. എന്നിട്ട് ആ കട്ടിലിരുന്നുകൊണ്ട് പിള്ളേർ കാങ്ങി ഒരൊറ്റ ആരാധന നമസ്കരിച്ചെന്ന മലയാളത്തിൽ ഒരു ഭയങ്കര വർഷിപ്പ്. 147കാരൻ്റെ ആരാധന.
നമ്മുടെ വീട്ടിൽ വായിക്കോട്ടായും വിട്ട് കോട്ടുവായും വിട്ട് ഈടപ്പം നിർത്തുമെന്ന് പറഞ്ഞിരിക്കുകയല്ലായിരുന്നു. അവൻ ആ 147-ാമത്തെ വയസ്സിൽ ഒരൊറ്റ ആരാധന കട്ടിലിരുന്ന് ഒരു സ്വോത്രം പറഞ്ഞ് പിള്ളേർ 12 കാങ്ക് കൊച്ചുമക്കൾ കാങ്ക് ഈ വല്യപ്പൻ വടിയെ ചാരി ഒറ്റ ആരാധന ആരാധിച്ചിട്ട് പിള്ളേർ കാല് വാരുന്നതിന് മുമ്പേ തന്നെത്താൻ കാലെടുത്ത് കട്ടിലേ വെച്ചു. ഹലോ, മിണ്ടിയില്ല. പിള്ളേർ കാല് വാരുന്നതിന് മുമ്പേ തന്നെത്താൻ കാലെടുത്ത് കട്ടിലേ വെച്ചിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു. ഓ, വലിയ ആലയം പണിത ഏറ്റവും വലിയ പുള്ളിയുടെ 40 വർഷം ഇസ്രായേൽ ഭരിച്ച പുള്ളിയുടെ പേരെഴുതിയില്ലേലും വടിയെ ചാരി അവൻ്റെ പേരെഴുതി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി നിന്നെ ചരിത്രമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ പുസ്തകമെടുത്ത് ആരെയും ഇന്ന് വരെ തകർക്കാത്തൊരു ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ ആദരിക്കാൻ മതിയായവനാ. ഏറ്റെടുക്കുന്നവരെല്ലാം ഇന്ന് രാത്രി പറ, എന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്, എൻ്റെ വാഗ്ദത്തം നിറവേറുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ വാഗ്ദത്തം നിറവേറിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ പിതാക്കന്മാരോട് ചേരത്തുള്ളെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രായം മറന്ന് ഈ രാത്രിയിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഓ ജീവര മനഗ രഗദ റൗഡേ റിബലേ ഹർത്തേ മനഗ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങൾ മാറട്ടെ, എല്ലാ പോരുകൾ അഴിയട്ടെ, എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ അഴിയട്ടെ, എല്ലാ അന്ധകാര ശക്തികൾ അഴിയട്ടെ. ജനം ഈ രാത്രി അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം ഈ രാത്രി വിടുവിക്കപ്പെടട്ടെ.